തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ കളമൊരുങ്ങുന്നത് വലിയ കലാപത്തിനാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഏകാധിപത്യ നിലപാട് ജില്ലയിലെ പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്നാണ് ആക്ഷേപം. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ, ഗുഡ് മോർണിംഗ്. കൊച്ചിയെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നമ്മൾ നേരത്തെ മുതൽ പറയുന്നൊരു കാര്യമാണ്, കോൺഗ്രസിനും NDAയ്ക്കും ഒക്കെ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് വിമതരാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പത്രിക തള്ളിയതോടുകൂടി വീണ്ടും പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഇന്നിപ്പോൾ ഇതാ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി കൂടിയാകുമ്പോൾ കൂടുതൽ ആളുകളൊക്കെ പോകാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ടോ, പ്രത്യേകിച്ചും വിമതരൊക്കെ? ഗുഡ് മോർണിംഗ് ഭദ്ര. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധി, പ്രയാസം ഒക്കെ കോൺഗ്രസ്സിന് ഉണ്ടായിരിക്കുകയാണ്. ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയെല്ലാം കഴിഞ്ഞു. ചിത്രം ഇനി പിൻവലിക്കാനുള്ള ദിവസം കൂടിയും ഉണ്ട്. ഇന്നത്തോടെ അത് അവസാനിക്കും. ഇതിനിടയിൽ പരിശോധിക്കുമ്പോൾ വലിയ പ്രതിസന്ധി കോൺഗ്രസ്സിനകത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്ന് ഈ വിമതരുടെ മത്സര രംഗത്തുള്ള വിമതരുടെ കടന്നുവരവാണ്. ഒട്ടേറെ പേർ ഈ കോൺഗ്രസ്സുമായി അവരുടെ ബന്ധം ഉപേക്ഷിച്ച് വിമത സ്ഥാനാർത്ഥികളായി എത്തിയിട്ടുണ്ട്. ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്നു. അതിന് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ജില്ലയിൽ, ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ സ്വന്തം ജില്ലയാണ് എറണാകുളം എന്ന് പറയുന്നത്. വി ഡി സതീശൻ്റെ അടുത്ത അനുയായ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, ഈ രണ്ടുപേരുടെയും ഏകാധിപത്യ നിലപാടുകളാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് കോൺഗ്രസിനെ ഈ ജില്ലയിൽ എത്തിച്ചത് എന്നാണ് അവർ ഒറ്റ സ്വരത്തിൽ പറയുന്നത്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനിലേക്ക് സ്ഥാനാർത്ഥി നിർണയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയൊക്കെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടത്തിയത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അങ്ങനെ ഒരു കോർ കമ്മിറ്റി ചേർന്നാണ് ഈ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കിയത്. ഇങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ഈ പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വാർഡ് കമ്മിറ്റികളോട് നിർദ്ദേശിച്ചത് ഏറ്റവും യോഗ്യരായവരെ, വിജയസാധ്യതയും അവർക്ക് പ്രവർത്തിക്കാനുള്ള കഴിവും അവരുടെ കഴിവും ഒക്കെ കണക്കിലെടുത്ത് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ വേണം നിർദ്ദേശിക്കാൻ എന്നുള്ളതായിരുന്നു വാർഡ് കമ്മിറ്റികൾക്കൊക്കെ നൽകിയിരുന്ന നിർദ്ദേശം. അതിനനുസരിച്ച് വാർഡ് കമ്മിറ്റികൾ അതാതിടത്ത് അവർക്ക് പറ്റാവുന്ന സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച ആ പട്ടിക കൈമാറുകയും ചെയ്തു. പക്ഷേ അന്തിമ ലിസ്റ്റ് വന്നപ്പോൾ ആ ലിസ്റ്റിൽ ഇടം പിടിച്ചതെല്ലാം വി ഡി സതീശൻ്റെയും ഷിയാസിൻ്റെയും ഒക്കെ അടുപ്പക്കാരും സ്വന്തക്കാരുമൊക്കെയാണ്. അത്തരത്തിൽ ഏറ്റവും അടുപ്പമുള്ളവരെയൊക്കെയാണ് ഈ കോർപ്പറേഷനിലടക്കം സ്ഥാനാർത്ഥികളാക്കിയത് എന്നുള്ളതാണ് ഉയർന്ന വലിയ ആക്ഷേപം. AI ഗ്രൂപ്പുകളെയൊക്കെ പലയിടത്തും തഴഞ്ഞതായുള്ള ആക്ഷേപം ആ ഗ്രൂപ്പുകൾക്കുണ്ട്. സ്വാഭാവികമായും അവർ വലിയ പ്രതിഷേധം പാർട്ടിയിൽ അറിയിച്ചു. അതിനുശേഷം സ്വന്തം നിലയിൽ വിമതരായി മത്സരിക്കാൻ രംഗത്തിറങ്ങുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പാലാരിവട്ടം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാകും എന്ന് കരുതിയത് ജോസഫ് അലക്സ് ആയിരുന്നു. അദ്ദേഹം തൃക്കാക്കര നിയോജക മണ്ഡലം UDF കൺവീനർ കൂടിയാണ്, മണ്ഡലം കൺവീനർ കൂടിയാണ് ജോസഫ് അലക്സ്. പക്ഷേ ജോസഫ് അലക്സിനെ തഴഞ്ഞു. യൂത്ത് കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ചിരുന്നതാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ പാടെ അവഗണിച്ചുകൊണ്ടുള്ളൊരു പട്ടിക വരുന്നു. അങ്ങനെ അർഹരായവർ എന്ന് കണ്ട് വാർഡ് കമ്മിറ്റികൾ നൽകിയവരെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും അതേ പ്രശ്നം വന്നു. അവിടെ പേയ്മെൻറ്റ് സീറ്റ് എന്ന അടക്കമുള്ള ആരോപണങ്ങൾ വരികയാണ്. PA മുക്താറിനെ നിർത്തിയത് വലിയ പ്രതിഷേധം A ഗ്രൂപ്പിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെന്നി ബെഹനാൻ അടക്കം വലിയ പ്രതിഷേധം അക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് വലിയ പ്രതിഷേധത്തിനിടയാക്കി വിമതരുടെ ശല്യം രൂക്ഷമാക്കുകയും ചെയ്തു. ഈ സ്ഥാനാർത്ഥിത്വം അവരുടെ പിൻവലിക്കാനുള്ള അവസാന സമയത്തിന് മുൻപ് അവരെ കൊണ്ട് പിൻവലിപ്പിക്കാനുള്ള ശ്രമം, വിമതരെ കൊണ്ട് പിൻവലിക്കാനുള്ള ശ്രമം ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വിജയം കാണും എന്നുള്ളത് ഉറപ്പിൽ ഓരോ ദിവസവും ഈ പ്രതിഷേധങ്ങളൊക്കെ രൂക്ഷമായി വരികയുമാണ്. അതിലും വലിയ മറ്റൊരു തലവേദന സൃഷ്ടിച്ചത് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി, കടമക്കുടി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായിരുന്ന LC ജോർജിൻ്റെ നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം തള്ളുകയുണ്ടായി. LC കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അവരുടെ നാമനിർദ്ദേശ പത്രികയാണ് തള്ളിയത്. ഈ കടമക്കുടി ഡിവിഷൻ എന്ന് പറയുന്നതും പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം തട്ടകമായ പറവൂരിന് കീഴിൽ വരുന്ന ഡിവിഷനാണ് കടമക്കുടി. അവിടെ എന്തുകൊണ്ട് നാമനിർദ്ദേശ പത്രിക തള്ളി എന്നത് വലിയ ചോദ്യം. അതെല്ലാം ഈ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ്. ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നയാളുടെ ഈ ഡിവിഷനിൽ വോട്ടില്ല എന്നുള്ളതാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളാൻ കാരണമായ വിലയിരുത്തിയത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാതെയാണ് നേതൃത്വം
ഇത്തരത്തിൽ അമിത ആത്മവിശ്വാസം കൊണ്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പോയത് എന്നുള്ള വലിയ ആക്ഷേപവും ഒക്കെ നിലനിൽക്കുന്നു. അത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മാത്രമല്ല, ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലും UDF സ്ഥാനാർത്ഥികളുടെ രണ്ട് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉള്ള വീഴ്ചകൾ അതെല്ലാം ഈ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേടാണ് എന്ന ആക്ഷേപം ഇതിനകം തന്നെ സജീവമാണ്. എ ഗ്രൂപ്പ് അടക്കം കടുത്ത അതിർത്തിയിലാണ്. അതുകൊണ്ട് വലിയൊരു കലാപം ഇതിനകം തന്നെ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട് കഴിഞ്ഞു. ഈ വിമത സ്ഥാനാർത്ഥികൾക്കൊക്കെ ഈ സതീശ വിരുദ്ധ ചേരികളുടെയൊക്കെ ശക്തമായ പിന്തുണയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിനെ ഭയപ്പെടുത്തുന്നത്. ഒപ്പം ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് VD സതീശനും മുഹമ്മദ് ഷിയാസും ഒക്കെ കണ്ടെത്തി അവതരിപ്പിച്ച സ്ഥാനാർത്ഥികൾക്കാകട്ടെ ഈ സതീശ വിരുദ്ധ ചേരികളുടെ പിന്തുണ ഇല്ലതാനും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും അവർ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ഇക്കാരണം ഈ സംഭവങ്ങളെല്ലാം, ഈ വിഷയങ്ങളെല്ലാം, പ്രശ്നങ്ങളെല്ലാം UDFന് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഭദ്ര. അതെ, തീർച്ചയായും ഉമേഷ്. എന്തായാലും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ്. എന്തായാലും വിമതർ എത്രത്തോളം പിൻവാങ്ങും എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, ഇപ്പോൾ ഉമേഷ് പറഞ്ഞതുപോലെ കടമക്കുടിയൊക്കെ നോക്കൂ, പത്രിക തള്ളിയതോടുകൂടി ഇപ്പോൾ പ്രവർത്തകർ ചെയ്യുന്നത് ഈ ഫ്ലെക്സുകളൊക്കെ, സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സുകളൊക്കെ ഊരിമാറ്റാനുള്ള തിടുക്കത്തിലാണ് അവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും അവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണം കൂടി ഉണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ കൊച്ചിയിലെ മാത്രം വിശേഷങ്ങളല്ല, സംസ്ഥാനത്തുടനീളം നമുക്കറിയാം ഒരുപാട് UDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയിട്ടുണ്ട്. പ്രചാരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ അഴിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്.